إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സർവലോക രക്ഷിതാവായ സർവ ചരാചരങ്ങളുടെയും സൃഷ്ടാവും സംരക്ഷകനുമായ ഏകനായ അള്ളാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങളും വിധി വിലക്കുകളും ജീവിതത്തിലുടനീളം സദാ സത്യസന്ധമായി പാലിക്കുകയും പുലർത്തുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളും അനുധാവനം ചെയ്ത് ശരിയായ ഈമാനും ഇഖ്ലാസും തഖ്വയും ഉൾക്കൊണ്ട് അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അടിമകളായി ജീവിതം നയിക്കുകയും അന്തിമമായി അള്ളാഹുവിന്റെ ഇഷ്ടവും തൃപ്തിയും നേടിയവരായി മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നതിനു വേണ്ടി ജീവിതത്തിൽ അങ്ങേയറ്റം ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തിക്കൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാ സഹോദരന്മാരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സൂറത്തുൽ ഫുർഖാന്റെ അവസാന ഭാഗത്ത് കരുണാവാരിധിയായ അള്ളാഹുവിന്റെ, റഹ്മാനായ അള്ളാഹുവിന്റെ ശരിയായ അടിമകളായ ആളുകൾക്ക് ഉണ്ടായിരിക്കേണ്ട സവിശേഷമായ ഗുണങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ 2 ആഴ്ചകളിലായി നമ്മൾ സംസാരിച്ചു വരുന്നത്. ഒന്നാമതായി, അള്ളാഹു നൽകിയിട്ടുള്ള ഈ ജീവിതം അവസാനിക്കുന്നത് വരെ ഈ ഭൂമിയിൽ വളരെ വിനയത്തോടുകൂടി അള്ളാഹുവിന്റെ മുമ്പിലും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള അവന്റെ സൃഷ്ടിജാലങ്ങളുടെ മുമ്പിലും വിനയവും താഴ്മയും വിധേയത്വവും ഉള്ളവരായി ജീവിക്കുക എന്ന് വെച്ചാൽ അവനിൽ അഹങ്കാരത്തിന്റെയോ കിബറിന്റെയോ ലക്ഷണങ്ങൾ ഇല്ലാതെ ഞാനൊരു അടിമയാണ് എന്ന നിലയിൽ ഒരാൾക്ക് ജീവിക്കാൻ കഴിയുക. അങ്ങനെ ജീവിക്കുന്നവനാണ് അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമ. രണ്ടാമതായി, അള്ളാഹുവിനോട് വിധേയത്വവും വഴിപ്പാടും ഉള്ളവനാണ് എന്നത് തന്റെ ജീവിതം കൊണ്ട് തെളിയിക്കുക. അതെങ്ങനെയാണ്? അതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ അല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. രാത്രി സമയങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി ഖിയാമിലായിക്കൊണ്ട്, നിന്നുകൊണ്ടും സുജൂദിലായിക്കൊണ്ടും അവർ രാത്രി സമയത്തെ കഴിച്ചു കൂട്ടുന്നവരാണ്. രാത്രി ഉറങ്ങാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ച സമയമാണ്. ആ ഉറങ്ങാൻ വേണ്ടി നിശ്ചയിച്ച സമയത്തിൽ നിന്ന് പോലും ഒരു ഭാഗം അള്ളാഹുവിന് വേണ്ടി വഴിപ്പെടാൻ, അള്ളാഹുവിന് ഇബാദത്തെടുക്കാൻ വേണ്ടി മാറ്റിവെക്കുന്നവരായ ആളുകളാകുന്നു അവർ. എന്ന് വെച്ചാൽ രാവിലും പകലിലും അള്ളാഹുവിന് വഴിപ്പെടുകയും അവന് ഇബാദത്തുകൾ ചെയ്യുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരായ ആളുകളാണ് അള്ളാഹുവിന്റെ യഥാർത്ഥത്തിലുള്ള അടിമ. ഇനി അതിൽ മൂന്നാമത്തെ കാര്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന സംഗതി എന്താണ്? വല്ലദീന യഖൂലൂൻ, അവർ പറയുന്നവരാണ്.
അള്ളാഹുവിന്റെ ശരിയായ അടിമകൾ പറയുന്നവരാണ്. എന്താ പറയുന്നത്? റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഇസ്രിഫ് അന്നാ, ഞങ്ങളിൽ നിന്നും നീ തട്ടി അകറ്റേണമേ, അദാബ ജഹന്നം, നരകത്തിന്റെ ശിക്ഷ. കാരണം ഇന്ന അദാബഹ, ആ നരകത്തിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ കാന ഗറാമ, അത് മനുഷ്യൻ വേർപെട്ടു പോകാത്തതാണ്, വിട്ടുപിരിഞ്ഞു പോകാത്തതാണ്, കൂടെ തന്നെ ഉണ്ടാകുന്നതാണ്. ഒരൽപ്പം ശാന്തിയോ സമാധാനമോ ആ ശിക്ഷയിൽ നിന്ന് കിട്ടട്ടെ എന്നൊരാൾ വിചാരിച്ചാൽ നടക്കാത്ത വിധം അവനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതാണ് നരകശിക്ഷ എന്ന് പറഞ്ഞാൽ. എന്ന് മാത്രമല്ല, ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വ മുഖാമാ, തീർച്ചയായും ആ നരകം എന്ന് പറഞ്ഞാൽ സാഅത്ത് മുസ്തഖറൻ, സ്ഥിരമായി താമസിക്കാൻ പറ്റാത്തിടമാണ്, വ മുഖാമാ, താൽക്കാലികമായി താമസിക്കാനും പറ്റാത്തിടമാണ്. തൽക്കാലത്തിലെങ്കിലും ഒരൽപ്പം സമയം അവിടെ താമസിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അങ്ങനെ താൽക്കാലികമായി താമസിക്കാൻ പറ്റാത്ത, സ്ഥിരമായി തീരെ താമസിക്കാൻ പറ്റാത്ത ഒരിടമാകുന്നു നരകം. അങ്ങനെയുള്ള ദുരിതപൂർണമായ നരകത്തിൽ നിന്നും, ആ നരകത്തെ ഞങ്ങളിൽ നിന്ന് നീ തട്ടിമാറ്റി തരണമേ അല്ലാ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പൊ ഇവിടെ എന്താണ്? അള്ളാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ച് അങ്ങേയറ്റം ഭയമുള്ളവരായിക്കൊണ്ട് ജീവിക്കുന്നവരാണ് അള്ളാഹുവിന്റെ അടിമകൾ. അള്ളാഹിന്റെ ശിക്ഷയെക്കുറിച്ച് പേടിയുണ്ടാവും അവർക്ക്. സദാസമയവും ജീവിതത്തിലുടനീളം ഒരു മനുഷ്യൻ അനുഭവിക്കാൻ പറ്റുന്ന ശിക്ഷയിൽ വെച്ച് ഏറ്റവും കൊടിയ ശിക്ഷ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് വേണ്ടി നരകത്തിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്. അങ്ങനെയുള്ള നരകാഗ്നിയെ കുറിച്ചുള്ള അങ്ങേയറ്റത്തുള്ള പേടി, ആ പേടിയാണ് ഒരു സത്യവിശ്വാസിയെ, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ കരുണാവാരിധിയായ അള്ളാഹുവിന്റെ അടിമകളുടെ ജീവിതത്തെ നയിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതും. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറയുന്നുണ്ട്, വല്ലദീന ഹും മഅ ഇജ്തിഹാദിഹിം ഫിൽ ഇബാദ, അള്ളാഹുവിന്റെ ശരിയായ അടിമകളായ ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ ആരാധനകൾ, ഇബാദത്തുകൾ ചെയ്യുന്ന കാര്യത്തിൽ അങ്ങേയറ്റം പരിശ്രമശാലികളാണ്. രാത്രി സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുന്നവരാണവർ. പിന്നെയോ യഖാഫൂനല്ലാഹ്, അള്ളാഹുവിനെ അവർ പേടിക്കുകയും ചെയ്യുന്നു. ഫയദഊൻ, അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്തിന്? അയ്യുൻജിയഹും മിൻ അദാബി ജഹന്നം, കത്തിയാളുന്ന നരകത്തിന്റെ ശിക്ഷയിൽ നിന്നും അവർക്ക് രക്ഷ കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ്. ഇന്ന അദാബഹ, തീർച്ചയായും ആ നരകത്തിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ യുലാസിമു സാഹിബഹു, ആരാണോ ശിക്ഷിക്കപ്പെടുന്നത്, ശിക്ഷിക്കപ്പെടുന്ന ആ വ്യക്തിയിൽ നിന്നും മാറിപ്പോകാത്തതാണ്, അയാളുടെ കൂടെ തന്നെ ഉണ്ടാകുന്നതാണ്. ഇന്ന ജഹന്നമ ശർറു ഖറാർ, നിൽക്കാൻ ഏറ്റവും പ്രയാസമുള്ള ഇടമാണ്. വഇഖാമ, അവിടെ സ്ഥിരമായോ താൽക്കാലികമായോ നിൽക്കാൻ കഴിയാത്ത വിധം അസ്വസ്ഥജനകമായ ദുരിതപൂർണമായ ഒരു സംഗതിയാണ് നരകം എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള നരകത്തിൽ നിന്നും ഞങ്ങൾക്ക് നീ രക്ഷ തരണേ, ആ നരകം ഞങ്ങൾ അകറ്റേണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാകുന്നു അവർ. ഇമാം സഅദി റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം എന്ന് പറഞ്ഞാൽ ഇദ്ഫഉഹു അന്നാ, ആ നരകത്തെ ഞങ്ങൾ തടയണമേ, ബിൽ ഇസ്മതി മിൻ അസ്ബാബിഹി, നരകത്തിൽ ചെന്ന് പ്രവേശിക്കാനുള്ള കാരണം ഞങ്ങളിൽ ഉണ്ടാക്കാതെ. ആരാ നരകത്ത് പോവുക? നരകത്ത് പോകുന്നത് അള്ളാഹുവിന്റെ കൽപ്പനക്ക് ധിക്കാരം ചെയ്യുന്നവരായ ആളുകളാണ്, മഅസിയത്തുകൾ ചെയ്യുന്നവരാണ്, കുറ്റം ചെയ്യുന്നവരായ ആളുകൾക്ക് ശിക്ഷയായിക്കൊണ്ടാണ് നരകം കിട്ടുക. അപ്പൊ ഞങ്ങളിൽ നിന്നും നരകത്തെ തട്ടിത്തിരിച്ച് അകറ്റിയണമേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഞങ്ങൾക്ക് നീ ഇസ്മത്ത് തരയണമേ. എന്തിൽ നിന്നാണ് ഇസ്മത്ത്? കുറ്റം ചെയ്യാതിരിക്കുക, തിന്മ ചെയ്യാതിരിക്കുക, തോന്നിവാസികളാകാതിരിക്കുക. തോന്നിവാസികളും തെറ്റുകളും തിന്മയുടെ ആളുകളും ആകുന്നത് എന്തുകൊണ്ടാ? പലതരത്തിലുള്ള സാഹചര്യത്തിൽ മനുഷ്യൻ ജീവിക്കുന്നത് കൊണ്ടാണ്. ഏത് സാഹചര്യത്തിൽ നമ്മൾ ജീവിച്ചാലും ശരി, തെറ്റിലേക്ക് പോകാതെ ഞങ്ങൾക്ക് നീ ഇസ്മത്ത് തരണേ എന്നാണ് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. മിൻ അസ്ബാബിഹി, പിന്നെയോ വമഗ്ഫിറതി മാ വഖഅ മിന്നാ മിമ്മാ ഹുവ മുഖ്തലിൽ ലിൽ അദാബ്, നിന്റെ
ശിക്ഷയ്ക്ക് കാരണമായി തീരുന്ന സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങാനും വന്നുപോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ വല്ലതും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നിന്റെ ഭാഗത്തു നിന്നുള്ള മഗ്ഫിറത്ത്, പാപമോചനം തന്നുകൊണ്ടും നീ ഞങ്ങളെ നരകത്തിൽ രക്ഷപ്പെടുത്തണേനാ, അല്ലെങ്കിൽ നരകത്തെ ഞങ്ങൾ അകറ്റണമേ. അപ്പൊ തെറ്റ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തീർത്തും സ്വാഭാവികമായ കാര്യമാണ്. ഏതെങ്കിലുമൊക്കെ തരത്തിൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ മനുഷ്യന്റെ ജീവിതത്തിൽ പാപങ്ങളോ തെറ്റുകളോ ഒക്കെ വന്നുകൂടാം. പക്ഷെ വന്നുകൂടിക്കഴിഞ്ഞാൽ അവനിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട സ്വഭാവം എന്താ? മഗ്ഫിറത്തിനെ തേടുക എന്നുള്ളതാണ്. പാപമോചനത്തിന് വേണ്ടി തെറ്റ് വന്നു പോയല്ലോ എന്ന് വിചാരിച്ച് തെറ്റിൽ ഉറച്ചു നിൽക്കാൻ പാടില്ല. തെറ്റിൽ നിന്ന് ഖേദിച്ച് മടങ്ങാൻ ഒരാൾക്ക് കഴിയണം. അപ്പൊ രണ്ട് സംഗതിയാണ്. ഒന്ന്, നരകത്തിൽ ചെന്ന് വീഴാൻ കാരണമായി തീരുന്ന വിശ്വാസമോ അനുഷ്ഠാനമോ കുറ്റങ്ങളോ തിന്മകളോ നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കാതെ അതൊക്കെ ഞങ്ങൾ തട്ടിത്തിരിച്ച് തരണമേ, തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഞങ്ങളിൽ നിന്നും നീ ഇല്ലാതാക്കി തരണമേ അല്ലാ എന്നാണ് ഒന്നിന്റെ അർത്ഥം. രണ്ടാമത്തത്, വല്ല തെറ്റും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ മഗ്ഫിറത്തിന്റെ പാപമോചനം കൊണ്ട് നീ മാച്ചു തരണമേ. അപ്പൊ പാപമോചനം ഇല്ലാത്തവൻ എന്താ ചെയ്യാ? നരകത്തിന് ശിക്ഷ അനുഭവിക്കണം. മഗ്ഫിറത്ത് കിട്ടിയവൻ ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ല. ഈ രണ്ട് സംഗതികളാണ് ഈ ഒരു ഒറ്റ പ്രാർത്ഥനയിലൂടെ ഒരു വിശ്വാസി നിർവഹിക്കുന്നത്. അതിന്റെ ശിക്ഷ, നരകത്തിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഹറാമാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മുലാസിമൻ ലിഅഹ്ലിഹാ, നരകം ആർക്കാണ് കിട്ടിയിട്ടുള്ളത് ഓന്റെ കൂടെ തന്നെ ആ ശിക്ഷ ഉണ്ടാവും. ബി മൻസിലത്തി മുലാസമത്തിൽ ഖരീമി ലിഗരീമിഹി, ഒരു കടക്കാരൻ കടപ്പെട്ടവനോട് ബാധ്യതപ്പെട്ടവൻ പോലെ. നമ്മൾ ഒരു 10,000 രൂപ ഒരാൾക്ക് കടം കൊടുത്തെന്ന് വെക്കുക. ആ കടം കൊടുക്കപ്പെട്ട വ്യക്തി നമ്മളുമായി ഗരീമാണ്, ബാധ്യതനാണ്. ആ കടബാധ്യത അയാൾ തിരിച്ചു തരുന്ന കാലത്തോളം ആ കട അയാളെ കയ്യിലുണ്ടാവും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഈ ഒരു പദപ്രയോഗം നടത്തിയിട്ടുള്ളത്. കടക്കാരനോട് കടബാധ്യത ഏൽക്കപ്പെട്ടവൻ വ്യക്തിക്ക് എന്ത് ബന്ധമുണ്ടോ, കടം കൊടുക്കപ്പെട്ടവനോട് എന്ത് ബന്ധമുണ്ടോ, ആ ബന്ധം പോലെ നരകം മനുഷ്യന്റെ കൂടെ, നരകത്തിൽ ചെന്ന് വീണവൻ നരകം അവന്റെ കൂടെ തന്നെ ഉണ്ടാകും. അത്രയും മാരകമായ ഒരു സംഗതിയാണ്. അതുകൊണ്ട് അത്തരം ഒരു അവസ്ഥയിൽ ഞങ്ങളെ പെടുത്താതിരിക്കണമേ അല്ലാ എന്നുള്ള ദുആ ചെയ്യുന്നവരാകുന്നു ആര്? യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അടിമകളായിട്ടുള്ള മനുഷ്യന്മാർ. എന്ത് കർമ്മം ചെയ്താൽ മാത്രം പോരാന്നർത്ഥം. നമ്മളൊക്കെ നല്ലത് ചെയ്യുന്നവരല്ലേ, നമ്മൾ ഇബാദത്ത് ചെയ്യുന്നവരല്ലേ, പുണ്യം ചെയ്യുന്നവരല്ലേ, അതിൽ അമിതമായി നമ്മൾ വിശ്വാസം അർപ്പിക്കാൻ പാടില്ല. അത് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പക്ഷേ ഞാൻ അത് ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ അത്ര നല്ലവനാണല്ലോ എന്ന വിചാരത്തിൽ നിൽക്കുന്നവനല്ല, മറിച്ച് നരകത്തിൽ ചെന്ന് വീണു പോകാനുള്ള സാധ്യത ഓരോ മനുഷ്യന്റെ മുമ്പിലുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാനുള്ള പ്രാർത്ഥന ഈ പറയുന്ന അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമയുടെ മേലെ ഉണ്ടാകുന്ന, അങ്ങനെ പ്രാർത്ഥിക്കുന്നവരാകുന്നു അവർ. കാരണം നരകം പേടിക്കേണ്ട ഒരു സംഗതിയാണ്. സൂറത്ത് ഹിജ്റിലെ 44-ാമത്തെ ആയത്തിൽ പിശാചത്തിന്റെ അവകാശികളുമായ പിന്തുടർച്ചക്കാരുമായ ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത്? അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകൾക്ക് മേൽ പിശാചിന് യാതൊരു സ്വാധീനവും ഇല്ല. ഇല്ലാ മനിത്തബഅക മിനൽ ഗാവീൻ, നിന്നെ പിൻപറ്റിയവരായ ദുർമാർഗികളായ ആളുകളുടെ മേലല്ലാതെ. ഇപ്പൊ ശൈത്താൻ സ്വാധീനിക്കുന്ന ആരാണ്? അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകളെ അവന് സ്വാധീനിക്കാൻ കഴിയില്ല. മറിച്ച് ഏതെങ്കിലും തരത്തിൽ ശൈത്താന്റെ ദുർബോധനത്തിന് വഴിപ്പെടുന്നവരായ ദുർമാർഗികളായ ആളുകളെ മാത്രമേ, അവരുടെ മേലിൽ മാത്രമേ ശൈത്താന് ആധിപത്യമുള്ളൂ. എന്നിട്ട് പറയാണ് വഇന്ന ജഹന്നമ ലമൗഇദുഹും, അങ്ങനെയുള്ളവരുടെ അന്തിമമായ അവസ്ഥ, അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യം ജഹന്നം, നരകമാകുന്നു. അജ്മഈൻ, ശൈത്താനാകട്ടെ, ശൈത്താനെ പിൻപറ്റി നടക്കുന്നവരായ ആളുകളാകട്ടെ, അവർക്കൊക്കെ മുഴുവനായും കിട്ടാൻ പോകുന്ന അന്തിമ സ്ഥാനം നരകമാകുന്നു. എന്നിട്ട് ആ നരകത്തെ വിശദീകരിക്കാൻ ലഹാ സബ്അതു അബ്വാബ്, അതിന് 7 കവാടങ്ങളുണ്ട്. ലിക്കുല്ലി ബാബിൻ മിൻഹും ജുസും മഖ്സൂം
പിശാചിനെ പിൻപറ്റി നടക്കുന്നവരായ ആളുകൾക്കൊക്കെയും ഈ എല്ലാ വാതിലിലും എല്ലാ ഇടങ്ങളിലും ഒരു പങ്കാളിത്തമുണ്ട് എന്നാണ്. നരകത്തിന്റെ 7 കവാടങ്ങളിലൂടെ പ്രവേശിക്കുന്നവരായ ആളുകൾ തെറ്റിന്റെ കാര്യത്തിൽ 7 കാറ്റഗറിക്കാരായിരിക്കും എന്നർത്ഥം. ഒരാള് ശരിയായ ശിർക്ക് മാത്രം ചെയ്ത് ജീവിക്കുന്ന, അല്ലെങ്കിൽ ശിർക്കിന്റെ അമല് മാത്രം ചെയ്തൊരു മനുഷ്യനാണെങ്കിൽ അവന് കിട്ടാൻ പോകുന്ന ശിക്ഷ മാരകമായ ശിക്ഷയാണ്. അവൻ നരകത്തിൽ നിന്ന് മോചനം എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാവില്ല. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനൻ നാർ. മുനാഫിക്കീങ്ങളായി നടക്കുന്നവരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നരകത്തിന്റെ ഏറ്റവും അടിയിലെ തട്ടിലാകുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അടിയിലെ തട്ടുണ്ട്, മേലെ തട്ടുണ്ട്, അങ്ങനെ 7 കവാടങ്ങളുണ്ട്. 7 തട്ടുകളായിട്ടാണ് നരകം എന്ന് പറയുന്നത്. ഏത് തട്ടിൽപ്പെട്ടവനാകട്ടെ അവർ സുഖിച്ച് ജീവിക്കാൻ പറ്റിയ ഇടല്ല, ശിക്ഷയാണ്. അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷ വന്നു ഭവിക്കുന്ന ഇടമാകുന്നു അത്. ഇന്നലി ജഹന്നമ, തീർച്ചയായും നരകത്തിനുണ്ട് സബഅതു അബ്വാബ്, 7 കവാടങ്ങളുണ്ട്. ലികുല്ലി ബാബിൻ മിൻഹും ജുസും മഖ്സൂം എന്ന് പറഞ്ഞാൽ ഖദ് കതബ ലികുല്ലി ബാബിൻ മിൻഹാ, ആ നരകത്തിന്റെ 7 കവാടങ്ങളിൽ നിന്ന് ഓരോ കവാടത്തിനും വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ജുസുഉൻ, ഒരു ഭാഗം, മിൻ അത്ബാഇ ഇബ്ലീസ് യദ്ഖുലൂനഹു, പിശാചിനെ പിൻപറ്റി ജീവിച്ചവരായ ആളുകൾക്ക് ഒരു ഓഹരി എല്ലാറ്റിലുണ്ട്. വകുല്ലൻ യദ്ഖുലു മിൻ ബാബ്, എല്ലാവരും അതാതിന്റെ കവാടത്തിലൂടെ കടക്കും. ബിഹസ്ബി അമലി, ഓന്റെ അമലിനനുസരിച്ച്. സ്വർഗത്ത് പ്രവേശിക്കുന്നത് അമലനുസരിച്ചാണ്, നരകത്തിൽ പ്രവേശിക്കുന്നതും അമലനുസരിച്ചാണ്. മനുഷ്യന്റെ അമല്, ദുസ്വഭാവം, ദുഷ്കൃത്യങ്ങൾ എത്രമാത്രം ഭയങ്കരമാണോ അതിനനുസരിച്ച് ഭയങ്കരമായ ശിക്ഷ അവൻ അനുഭവിക്കേണ്ടി വരും. എന്നാൽ ലളിതമായ കുറ്റങ്ങളാണെങ്കിലോ അള്ളാഹു പുറത്തു കൊടുത്തിട്ടില്ല എങ്കിൽ അതിന്റെ ശിക്ഷ അനുഭവിച്ചാൽ മതി. ആ നിലക്ക് ലളിതമായതുണ്ടാവും, മേലേക്കിടയിൽ ഉണ്ടാകും എന്നാണ് എന്തിന്റെ അർത്ഥം? ഈ പറഞ്ഞിട്ടുള്ള ലഹാ സബഅതു അബ്വാബിൻ ലികുല്ലി ബാബിൻ മിൻഹും ജുസുൻ മഖ്സൂം എന്ന് സൂറത്ത് ഹിജ്റിലെ 43-44 ആയത്തിൽ അള്ളാഹു പറഞ്ഞതിന്റെ ഉദ്ദേശം അതാണ്. കഠിനമായ തീ, ലമൗഇദു ഇബ്ലീസ്, ഇബ്ലീസിന് അവസാനം എത്താനുള്ള ഇടമാണ്. അവനെ പിൻപറ്റി ജീവിച്ചവരായ ആളുകൾക്കും അജ്മഈൻ. ലഹാ സബഅതു അബ്വാബ്, അതിന് 7 കവാടങ്ങളുണ്ട്. കുല്ലു ബാബിൻ അസ്ഫല മിൻ ആഖർ, ഓരോ വാതിലിന്റെയും താഴെയാണ് അടുത്ത വാതില്. ലികുല്ലി ബാബിൻ മിൻ അത്ബാഇ ഇബ്ലീസ് ഖിസ്മുൻ, ശൈത്താന്റെ പിൻപറ്റി ജീവിക്കുന്നവരായ ആളുകൾക്ക് ഒരു ഓഹരി എല്ലാറ്റിലും ഉണ്ട്. നസീബുൻ ബിഅസ്ബി അഅമാലിഹിം, അവർ ചെയ്ത പ്രവൃത്തി, ദുഷ്കൃത്യങ്ങൾ എത്രമാത്രം വലിയതാണോ ചെറിയതാണോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും ഓരോ കവാടത്തിൽ ഒരു ഓഹരി ഉണ്ട്. അങ്ങനെയുള്ളതാകുന്നു നരകം. ആ നരകത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കൊതിയും ആഗ്രഹവും അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയും ഓരോ വിശ്വാസിയിലും, അള്ളാഹുവിന്റെ ശരിയായ അടിമകളായ ഓരോ വിശ്വാസിയിലും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. നരകത്തിന് 7 തട്ടുകളുണ്ട് നമ്മൾ പറഞ്ഞല്ലോ. നരകത്തിന്റെ പേരുകൾ അങ്ങനെ തന്നെയാണ്. വിശുദ്ധ ഖുർആൻ നരകത്തെ അറിയിക്കുന്ന ഒരുപാട് പേരുകൾ പറഞ്ഞിട്ടുണ്ട്. വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനു ഫഉമ്മുഹു ഹാവിയ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ. ആരുടെ തുലാസാണോ നന്മ കൊണ്ട് ഭാരം തൂങ്ങാതെ പോയത്, നന്മയുടെ തുലാസുണ്ട്, തിന്മയുടെ തുലാസുണ്ട്. നന്മയുടെ തുലാസ് ആരുടേതാണോ കനം കുറഞ്ഞു പോയത്, തൂങ്ങാതെ പോയത് എങ്കിൽ അവന്റെ അഭയസ്ഥാനം ഹാവിയയാണ്. ഹാവിയ എന്ന നരകത്തിന്റെ പേരാണ്. വമാ അദ്റാക മാ ഹിയ, എന്താണ് ഈ ഹാവിയ നിനക്കറിയോ? അത് നാറുൻ ഹാമിയ, ചൂടേറിയ നരകമാകുന്നു. അപ്പൊ നരകത്തിന്റെ ഒരു പേരാണ് ഹാവിയ എന്ന് വെച്ചാൽ അതിന്റെ അടിത്തട്ട് കാണാത്ത അത്രയും അകലെയാണ്. അതിലേക്ക് അവനെ എന്ത് ചെയ്യലും തള്ളിവിടും. അതിന്റെ മേലേന്ന് തള്ളിവിട്ടാൽ ഓനെ എപ്പോഴാണ് അതിന്റെ താഴെ എത്തണമെന്ന് പറയാൻ പറ്റില്ല. അത്രമാത്രം അഗാധമായി കിടക്കുന്നത് കൊണ്ടാണ് ഹാവിയ എന്നതിന് പേര് കിട്ടിയിട്ടുള്ളത്. രണ്ടാമത്തെ വിശുദ്ധ ഖുർആൻ പറയുന്നു കല്ലാ ഇന്നഹാ ലളാ നസ്സാഅത്തൽ ലിസ്സവാ, അത് കത്തിയാളുന്ന നരകമാണ്. ലളാ ഖുർആനിലെ ഒരു വാക്കാണ്, നരകത്തെ അറിയിക്കുന്ന പേരാണ് ലളാ.
അതിന്റെ സവിശേഷത എന്താ? നസ്സാഅത്തിൽ ലിശ്ശവാ, ശവയുടെ തൊലി ഉരിച്ചു കളയുന്നവൻ. ശവ എന്ന് പറഞ്ഞ തല, തലയുടെ മേലെ ഉണ്ടാകുന്ന തോലിനുള്ള പ്രത്യേകത എന്താ? നമ്മുടെ ശരീരത്തിൽ കൈമലും കാലുമലും ഒക്കെ ഉണ്ടാവുന്ന തോല് പോലത്തെ തോലല്ല തലന്റെ മേൽ അല്ലാഹു തആല വെച്ചിട്ടുള്ളത്. അത് വളരെ കട്ടിയുള്ള തോല, പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റാത്ത കട്ടിയുള്ള തോലാണ്. ആ കട്ടിയുള്ള തോലിനെ ഊരിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ്. മറ്റ് ശരീരഭാഗങ്ങളെ തോല് ഊരിയെടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. എന്നാൽ തലയുടെ മേലെയുള്ള തോല് ഊരിയെടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. ആ തലയുടെ മേലെയുള്ള തോലിനെ പോലും ഉരിച്ചു കളയുന്നതാകുന്നു ആ തീ എന്ന് പറഞ്ഞാൽ എന്നൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ മൂന്നാമത്തെ ഒരു സംഗതി ഉണ്ട്. എന്താണ്? തീർച്ചയായും നാം അവനെ അല്ലെങ്കിൽ അവനെ ഹുത്തമയിലേക്ക് വലിച്ചെറിയപ്പെടും. നരകത്തിന്റെ വേറൊരു പേരാണ് ഹുത്തമ. വമാ അദ്റാക മൽ ഹുത്തമ. എന്താണ് ഈ ഹുത്തമ എന്ന് എനിക്കറിയോ? അത് നാറുല്ലാഹിൽ മൂഖദ, കത്തിക്കപ്പെടുന്ന അള്ളാഹുവിന്റെ തീയാണ്. അല്ലതീ തത്തലിഉ അലൽ അഫ്ഇദ, മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് തുളഞ്ഞു കയറുന്ന തീയാകുന്നു അത്. സാധാരണഗതിയിൽ തീ തുളഞ്ഞു കയറൂല. നരകത്തിന്റെ തീ എന്ന് പറഞ്ഞാലോ പുറത്തുനിന്ന് അകത്തിലേക്ക് തുളഞ്ഞു കയറുന്ന തീയാകുന്നു. ഹതമാണ്, തകർത്ത് കളയുന്നതാണ് അർത്ഥം. മനുഷ്യനെ ആകപ്പാടെ തകർത്ത് കളയുന്ന നരകം. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനില് ജഹീം എന്നൊരു പ്രയോഗം വെച്ചിട്ടുണ്ട്. ആരാണോ ദുനിയാവിൽ അതിക്രമകാരിയായി ജീവിക്കുന്നതെങ്കിൽ ഈ ദുനിയാവിലെ ജീവിതത്തെ മാത്രം തെരഞ്ഞെടുക്കുകയും ആഖിറത്തിനെ മാറ്റിവെക്കുകയും ചെയ്തവൻ ആരോ എങ്കിൽ അവന്റെ അഭയസ്ഥാനം. അപ്പൊ ജഹീം എന്ന് പറഞ്ഞാൽ എന്താ? കത്തിയാളുന്ന നരകം എന്ന് തന്നെ. അതേപോലെ തന്നെ ജഹന്നം എന്നൊരു പ്രയോഗവും നരകത്തിന് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. ഇന്ന ജഹന്നമ കാനത് മിർസാദാ ലിത്താഗീന മആബാ ലാബിസീന ഫീഹാ അഹ്ഖാബാ എന്നൊക്കെ സൂറത്തുൻ നബയിൽ കാണാം. ഇന്ന ജഹന്നമ കാനത് മിർസാദാ, ജഹന്നമാകുന്നു അവരുടെ മിർസാദ്, അവർ അന്തിമമായി എത്തിപ്പെടുന്നത്. അതാട്ടെ ലിത്താഗീന, അതിക്രമകാരികളായി ജീവിക്കുന്നവർക്ക് മആബാ, അഭയസ്ഥാനമായിരിക്കും എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോ ഇവിടെ ജഹന്നം എന്നൊരു പ്രയോഗമുണ്ട്. അൽ ഖഹറുൽ ബഈദ് ലിബുഅദി ഖഹരിഹാ, അതിന്റെ ആയം അത്രമാത്രം അഗാധമാണ് എന്നതുകൊണ്ടാണ് ഈ പേര് വരാൻ കാരണം എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ വേറൊരു പേരാണ് സഖർ, നാം അവനെ സഖറിൽ ഇട്ട് കരിക്കും. സഖർ എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ വേറൊരു പേരാണ്. വമാ അദ്റാക മാ സഖർ, എന്താണ് ഈ സഖർ എന്ന് നിനക്കറിയാൻ പറ്റൂ? ലാ തുബ്ഖി വലാ തദർ, അത് വെറുതെ വിടുന്നതല്ല, ബാക്കിയാക്കുന്നതുമല്ല. ബാക്കിയാക്കി വെക്കയില്ലെന്ന് വെറുതെ വിടുകയില്ല. ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നാ ജീവിച്ചിരിക്കുന്നുണ്ട്, മരിച്ചുപോയെന്ന് വെച്ചാൽ മരിച്ചു പോയിട്ടില്ല. ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ഒരാൾ ജീവിക്കേണ്ടി വരുന്നൊരു ഇടമാകുന്നു അത്. ലവാഹത്തുല്ലിൽ ബശർ, മനുഷ്യന്റെ തൊലിയെ കരിച്ചു കളയുന്നതാകുന്നു അത്. തോലിന്റെ നിറം തന്നെ മാറ്റിക്കളയാം. അങ്ങനെയുള്ള ഒരു അവസ്ഥ നൽകുന്ന സാധനമാകുന്നു സഖർ എന്ന് പറഞ്ഞാൽ. വീണ്ടും ഖുർആൻ പറയുന്നു മാ സലഖകും ഫീ സഖർ, നരകത്തിൽപ്പെട്ടവരായ ആളുകളോട് സ്വർഗത്തിന്റെ ആളുകൾ ചോദിക്കും നാളെ, എങ്ങനെ നിങ്ങൾ ഈ സഖറിൽപ്പെട്ടത്, ഈ നരകത്തിൽ എങ്ങനെ പെട്ടു? ഖാലു, അപ്പൊ അവര് പറയും ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല. വലം നകു നുത്ഇമുൽ മിസ്കീൻ, പാവപ്പെട്ടവരായ ആളുകൾക്ക് ആഹാരം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായില്ല. അങ്ങനെയുള്ളത് കൊണ്ടാണ് എന്ത് വന്നത്, ഞങ്ങൾക്ക് ഈ സഖറിൽ കയറേണ്ടി വന്നത് എന്ന് നരകത്തിന്റെ ആളുകൾ പറയും. അപ്പൊ ഇങ്ങനെ 7 8 പേരുകളിൽ വിശുദ്ധ ഖുർആൻ നരകത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാ പരിചയപ്പെടുത്തിയത്? നമ്മൾക്ക് കേട്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ ഒരു അവസ്ഥ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരാതിരിക്കാൻ വേണ്ടിയുള്ള കരുതലുകൾ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടിയാണ്. ഇന്നല്ലദീന ഖഫറൂ ബിആയാതിനാ സൗഫ നുസ്ലീഹിം നാറാ,
ആരാണോ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അവിശ്വസിക്കുന്നതെങ്കിൽ സൗഫ നുസ്രീഹിം നാറാ, അവനെ നരകത്തിലിട്ട് നാം കരിക്കും. കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, നരകത്തിൽ നിന്നും കത്തിക്കരിഞ്ഞ അവന്റെ തൊലികൾ വികൃതമായി കഴിഞ്ഞാൽ അവന് വേറെ തോല് ഇട്ട് കൊടുക്കുന്ന. അതെന്തിനാ വേറെ തോല് കൊടുക്കുന്നത്? ലിയുദീഖൂ അൽ അദാബ്, അവർ നരകത്തിന്റെ ശിക്ഷയെ ഇനിയും ആസ്വദിക്കാൻ വേണ്ടി. ഇന്നല്ലാഹ കാന അസീസൻ ഹകീമ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അസീസാൻ. അസീസ് എന്ന് പറഞ്ഞാൽ അജയ്യനാൻ. അള്ളാഹു നിശ്ചയിച്ചൊരു കാര്യത്തെ തട്ടിമാറ്റാനോ അതിനെ തടുത്തു നിർത്താനോ ഒരാൾക്കും കഴിയാത്ത വിധം അള്ളാഹു അജയ്യനാണ്. അള്ളാഹുവിന്റെ ശിക്ഷയും അജയ്യമാണ്. ഓരോ മനുഷ്യനും നരകത്തിൽ കിടന്ന് ചീർത്ത് വൃത്തികേടായി അവന്റെ തോല് പൊളിഞ്ഞു കഴിഞ്ഞാൽ പുതിയ തോല് വെച്ചു കൊടുത്ത് അവനെ ശിക്ഷിച്ചു കൊണ്ടേയിരിക്കുക. അങ്ങനെ ഒരു അന്ത്യമില്ലാത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ എത്രമാത്രം വലിയൊരു ഭയങ്കരമായ വിപത്താണത് നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ഒരു അവസ്ഥ ആണ് വരാൻ പോകുന്നത് എന്നത് ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മത ഉണ്ടാകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ഹദീസുകളോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന അഹ്വന അഹ്ലിൻ നാർ അദാബൻ, നരകത്തിന്റെ ശിക്ഷയിൽ വെച്ച് ഏറ്റവും ലളിതമായ ശിക്ഷ മല്ലഹു നഅലാനി, ഒരാൾക്ക് 2 ചെരുപ്പ് കൊടുക്കലാണ്. വശിറാക്കാനി, ആ ചെരുപ്പിന് 2 വാറുകളുണ്ട്. മിന്നാരിൻ, തീ കൊണ്ടുള്ള വാറുകളാണ്. യുഗ്ലി മിൻഹുമാ, ആ ചെരുപ്പ് അണിഞ്ഞു കഴിഞ്ഞാൽ തിളക്കാൻ തുടങ്ങും. ദിമാഹുഹു, അവന്റെ തലച്ചോറ്. കാലിൽ ചെരുപ്പണിഞ്ഞാൽ അതിന്റെ മാരകമായ പ്രയാസം കൊണ്ട് തലച്ചോറ് തിളക്കും. കമാ യുഗ്ലി അൽ മിർജൽ, ചട്ടിയിൽ വെള്ളം തിളക്കുമ്പോ അടുപ്പത്ത് വെച്ച ചട്ടിന്ന് വെള്ളം തിളക്കുന്നത് പോലെ തലച്ചോറ് തിളക്കാൻ തുടങ്ങും. ഇതിനേക്കാളും വലിയൊരു അദാബ് ഈ ദുനിയാവിൽ വേറെ ആൾ അനുഭവിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ നരകത്തിൽ വേറെ ആർക്കും അനുഭവിക്കുന്നില്ല എന്നായിരിക്കും അയാൾക്ക് തോന്നുക. എന്നാൽ ഈ മനുഷ്യൻ ഈ ചെരുപ്പ് കൊണ്ട്, തീ കൊണ്ടുള്ള ചെരുപ്പണിയിക്കപ്പെട്ട ശിക്ഷ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്ന വ്യക്തിയാണ്. ആ ചെറിയ ശിക്ഷ കൊണ്ട് തന്നെ തലച്ചോറ് തിളക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തുള്ള തട്ടുകളിലുള്ളവരായ ആളുകളുടെ ശിക്ഷയുടെ പ്രയാസം എത്രമായി ആയിരിക്കും. ഗൗരവമുള്ള ഒരു സംഗതിയാകുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിലൂടെ പഠിപ്പിച്ചു. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം നാറുക്കും ഹാദിഹി തൂഖിദൂന ജുസ്അൻ വാഹിദൻ മിൻ 70 ജുസ്അൻ മിൻ ഹർരി ജഹന്നം. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. നാറുക്കും, നിങ്ങളുടെ തീ, ഈ ദുനിയാവിൽ നിങ്ങൾ കാണുന്ന തീ ഉണ്ടല്ലോ, ഹാദിഹി തൂഖിദൂനഹു, നിങ്ങൾ കത്തിക്കുന്ന ഈ ദുനിയാവിലെ തീ, ജുസ്ഉൻ, ഒരംശമാണ്, വാഹിദുൻ, ഒരേ ഒരു അംശമാണ്, മിൻ 70 ജുസ്, 70 അംശങ്ങളിൽ ഒന്നാണ്. മിൻ ഹർരി ജഹന്നം, നരകത്തീയുടെ 70, നരകത്തീയെ 70 അംശമാക്കിയാൽ ആ 70ന്റെ ഒരംശമാണ് ദുനിയാവിൽ നിങ്ങൾ കത്തിച്ചാൽ കിട്ടുന്ന തീ. 70ൽ ഒന്നാണ് അർത്ഥം. ആ 70ൽ ഒന്നായ തീ നമ്മൾക്ക് എത്ര സഹിക്കാൻ പറ്റും ദുനിയാവിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ഇദസ്തദ്ദൽ ഹർറു, ചൂട് കഠിനമായി കഴിഞ്ഞാൽ, വേനൽക്കാലത്ത് ചൂട് കഠിനമായി കഴിഞ്ഞാൽ, ഫബരിദൂ സലാത്തക്കും, നിങ്ങൾ നിസ്കാരം ഒന്ന് തണുപ്പിക്കുക. കഠിന ചൂടുള്ള സമയത്ത് എസിയും കാര്യങ്ങളും സൗകര്യങ്ങളും ഇല്ലാത്ത നാളാണല്ലോ, നിങ്ങൾ നിസ്കാരത്തിൽ അല്പം തണുപ്പിച്ചോ. എന്നിട്ട് റസൂല് പറഞ്ഞു, ഈ ഹർറു എന്ന് പറഞ്ഞാൽ, ഈ കഠിന ചൂട് എന്ന് പറഞ്ഞാൽ ഫൈഹു ജഹന്നം, നരകത്തീന്റെ ഒരു ആവിയാണെന്ന. നരകത്തീന്റെ ഒരു ആവിയാണ് കൊടിയ വേനലിൽ മനുഷ്യൻ അനുഭവിക്കുന്ന ചൂട്. അപ്പോ കുറച്ച് സമയങ്ങൾ തണുത്തിട്ട് നിസ്കരിച്ചാൽ മതി എന്ന് പറയണ്ടായി. അപ്പൊ നരകം എന്ന് പറഞ്ഞാൽ ഓൾറെഡി സൃഷ്ടിക്കപ്പെട്ടു വെച്ചിരിക്കുന്നതാണ്. അതിന്റെ ആവിയായിട്ടാണ്, അതിന്റെ ഒരു ആവിക്ക് തുല്യമായിട്ടാണ് കൊടിയ വേനലുള്ള ചൂട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപമിച്ച് പറഞ്ഞു. അതുപോലും നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല, അതുപോലും നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല, കൊടിയ ചൂട് താങ്ങാൻ കഴിയുന്നില്ല. അപ്പോഴൊക്കെ നമുക്ക് എന്തെല്ലാം സംവിധാനങ്ങൾ വേണം? AC വേണം, സൗകര്യങ്ങൾ വേണം, എല്ലാം വേണം.
അതിനുവേണ്ടി ഓടുകയാണ് നമ്മൾ. പക്ഷേ ഖബറിൽ നാളെ നമ്മൾക്ക് ആരും AC വെക്കാനുണ്ടാവില്ല. ഖബർ കഴിഞ്ഞ് അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കുന്ന നിമിഷത്തിൽ AC വെച്ച് തരാൻ ആർക്കും ഉണ്ടാവില്ല. അവിടെ നമ്മുടെ അമല് മാത്രമേ നമുക്ക് തുണയായിട്ടുണ്ടാകൂ. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും മാത്രമേ ഈ ദുനിയാവിൽ നമുക്ക് ജീവിക്കാൻ പറ്റൂ. അങ്ങനെ ജീവിച്ചെങ്കിലേ അള്ളാഹുവിന്റെ കാരുണ്യമാകുന്ന സ്വർഗത്തിൽ എത്തിപ്പെടാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്ന ഉത്തമമായ ബോധ്യവും വിശ്വാസവും നമ്മുടെ ജീവിതത്തിൽ ആമൂലാഗ്രം നമ്മൾ നിലനിർത്തേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് നരകത്തെക്കുറിച്ച് ഭയമുള്ള, സ്വർഗത്തെക്കുറിച്ച് അങ്ങേയറ്റം വലിയ പ്രതീക്ഷയുള്ള, അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ ഉൾപ്പെട്ട് ജീവിച്ച് മരിച്ചു പോകാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله صلى الله على النبي الكريم وعلى آله وصحبه أجمعين. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഖുൽ ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അദീം. നബിയെ താങ്കൾ പറയുക, ഇന്നി അഖാഫു, ഞാൻ പേടിക്കുന്നു എന്ന് പറയാ. ഇൻ അസൈതു റബ്ബി, ഞാൻ എന്റെ റബ്ബിന്റെ കൽപ്പനക്ക് എതിര് ചെയ്താൽ എന്തുണ്ടാകും? അദാബ യൗമിൻ അലീം, ഭയങ്കരമായ ഒരു ദിവസത്തിൽ സംഭവിക്കാൻ പോകുന്ന അദാബിനെ കുറിച്ച് ഞാൻ പേടിക്കുന്നു. ആ പേടി എന്താണ്? ആ അമ്പിയാക്കന്മാരോട് പറയാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ എത്ര പേടിക്കണം? നരകത്തിൽ ചെന്ന് വീഴുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു അപമാനം മനുഷ്യന്റെ ജീവിതത്തിലില്ല. അതുകൊണ്ടാണ് സത്യവിശ്വാസികളുടെ പ്രാർത്ഥനകളൊക്കെ റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈതഹു വമാ ലിൽസാലിമീന മിൻ അൻസാർ എന്ന് പറയുന്നത്. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഇന്നക, തീർച്ചയായും നീ, മൻ തുദ്ഖിലിൻ നാറ, ഒരുത്തനെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ഫഖദ് അഖ്സൈതഹു, നരകത്തിലേക്ക് നീ ആരെ പ്രവേശിപ്പിക്കുന്നുവോ അതോടുകൂടി നീ അവനെ നിന്ദ്യനാക്കി. വമാ ലിൽസാലിമീന മിൻ അൻസാർ, ഒരക്രമിയായ ആൾക്കും ഒരു സഹായം കിട്ടാൻ പോകുന്നില്ല, ഒരാളും സഹായിക്കാനുണ്ടാകില്ല. അത് ഏറ്റവും വലിയ നിന്ദ്യതയാണ്. ഇപ്പൊ ദുനിയാവിൽ തന്നെ കുറ്റം ചെയ്ത് പിടിക്കപ്പെട്ട് ജയിലിലകപ്പെട്ട് തിരിച്ചു വരുന്ന ഒരു വ്യക്തിയോട് നമ്മൾ എങ്ങനെയാ പെരുമാറുക? ജയിൽ പുള്ളിയാണ്, ജയിൽ പുള്ളി എന്നാ പെരുമാറുക. ഓൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെങ്കിലും അവൻ ശിക്ഷ കഴിഞ്ഞു വന്നവൻ എന്ന ഒരു പരികൽപ്പനയാണ് ആളുകൾ കൊടുക്കുക എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് അവിടെ ശിക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സകലമായ സൗകര്യങ്ങളും നൽകി സംരക്ഷിച്ച് പോന്നിട്ടുള്ള ആള് അള്ളാഹുവിന്റെ കൽപ്പനക്ക് ധിക്കാരം ചെയ്തതിന്റെ പേരിൽ നരകത്തിൽ പ്രവേശിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ അപമാനമാണ്. നരകത്തിൽ കടക്കേണ്ടി വരുന്നാലും ഭയങ്കരമായ ഒരു അപമാനമാണ്, മനുഷ്യന്റെ ജീവിതത്തിൽ വരാമെന്ന ഏറ്റവും വലിയ അപമാനമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു വിപത്ത് വരാതിരിക്കാൻ വേണ്ടിയുള്ള കരുതലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പൊ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, റബ്ബനസ്രിഫ് അന്നാ അദാബ ജഹന്നം, നരകാഗ്നി ഞങ്ങളിൽ നിന്നും നീ അകറ്റണമേ, മാറ്റണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, പ്രാർത്ഥിക്കുന്നത് എന്തിനാ? നമ്മൾ നേരത്തെ പറഞ്ഞു, നരകത്തിൽ ചെന്ന് വീഴാനുള്ള കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാതെ സൂക്ഷിക്കലാണ്. നരകത്തിൽ പോകാൻ ഒരുപാട് കാരണങ്ങൾ എന്തൊക്കെയാണ്? ജസാഉ ലിമൻ തകബ്ബറ അൻ തഅതിഹി, അല്ലാഹുവിനെ അനുസരിക്കുക എന്ന് പറയുന്ന വിഷയത്തിൽ ആർക്കാണോ കിബർ ഉണ്ടാകുന്നത്, അഹങ്കാരം ഉണ്ടാകുന്നത്, അവനുള്ളതാണ് നരകം. വഅറള അൻ ദിക്രിഹി, അല്ലാഹുവിനെ സ്മരിക്കുക എന്ന് പറയുന്ന സംഗതിയിൽ നിന്ന് ആരാണോ മുഖം തിരിക്കുന്നത് അവനുള്ളതാണ് നരകം. വഅസറ അലാ മഅസിയതിഹി, അള്ളാഹുവിന്റെ കൽപ്പനക്ക് ധിക്കാരം ചെയ്യുകയും അള്ളാഹിന്റെ കൽപ്പനക്ക് എതിരി ചെയ്യുകയും എന്നിട്ട് അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന മനോഭാവക്കാരനാരോ അവനുള്ളതാണ് നരകം.
ഉറച്ചു നിൽക്കാൻ പാടില്ല. കുറ്റവും തെറ്റോ വന്നിട്ട് മഗ്ഫിറത്തിന് വേണ്ടി തേടണം, ഇസ്തിഗ്ഫാർ വേണം, തൗബ ഉണ്ടാകണം. അങ്ങനെ പരിശുദ്ധരാകാൻ വേണ്ടി പരിശ്രമിക്കണം. തിന്മയും തെറ്റും നമ്മുടെ ജീവിതത്തിൽ വരാതെ നമ്മൾ കഴിവത് സൂക്ഷിക്കണം. അങ്ങനെയൊക്കെ ശ്രദ്ധയും സൂക്ഷ്മതയും കൊടുത്തുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ അള്ളാഹുവിന്റെ ഏറ്റവും മഹത്തായ ഫളലായ സ്വർഗത്തിൽ നമുക്ക് എത്തുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികൾക്ക് വേണ്ടി, ധിക്കാരികളായ ആളുകൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരിക്കലും വിട്ടുമാറാത്ത നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാൻ അങ്ങനെയുള്ളവർക്കേ കഴിയൂ എന്ന ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ആ ബോധ്യത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴാണോ മരണം എന്ന് പറയുന്ന സംഗതി നമ്മുടെ മേൽ വിധിച്ചിട്ടുള്ളത്, ആ വിധി വരുന്നത് വരേക്കും ആ സൂക്ഷ്മത ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം നിലനിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ജീവിതത്തിന്റെ സുഖവും അതാണ്. ജീവിതത്തിന്റെ സുഖം എന്ന് പറഞ്ഞാലും സമാധാനം എന്ന് പറഞ്ഞാലും അതൊക്കെ അതാണ്. നമ്മൾ അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് ഏത് പ്രയാസങ്ങളുണ്ടെങ്കിലും ആ പ്രയാസങ്ങളൊക്കെ അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടിമയായി അവൻ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു ആനന്ദമുണ്ട്. അതാണ് നമ്മൾ എപ്പോഴും കൊതിക്കുകയും കാക്ഷിക്കുകയും ചെയ്യേണ്ടത്. ആ നിലയിൽ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള യഥാർത്ഥ മുത്തഖീകളിലും മുഅ്മിനീകളിലും ഉൾപ്പെട്ട് ജീവിച്ചു മരിച്ചു പോകാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാവിധ തെറ്റുകുറ്റങ്ങളും പോരായ്മകളും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا توفنا مسلمين وألحقنا بالصالحين. ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.